നമ്മൾ എപ്പോഴും ആശ്ചര്യത്തോടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണല്ലോ അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള കാര്യങ്ങൾ. 2028 അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ എത്തുമെന്ന് ഇതിനോടകം പലരും പ്രവചിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. എന്നാൽ ഇതാ ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഏറ്റവും പുതിയ വാർത്ത വന്നിരിക്കുകയാണ്. അങ്ങ് അകലെ, അതായത് ഭൂമിയിൽ നിന്നും 124 പ്രകാശവർഷം അകലെ, അതായത് 1172 ലക്ഷം കോടി ദൂരെ ഒരു ഗ്രഹം കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ. K2-18b എന്ന് പേരുള്ള ഈ ഗ്രഹം നമ്മുടെ സൂര്യനെ പോലെ, എന്നാൽ സൂര്യനേക്കാൾ വളരെ ചൂട് കുറഞ്ഞ ഒരു ചുവന്ന കുള്ളൻ നക്ഷത്രത്തെയാണ് ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭൂമി ഉൾപ്പെടുന്ന സൗരയൂഥത്തിൽ, അതായത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നിന്നും പുറത്തു നിൽക്കുന്ന ഈ ഗ്രഹം ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ഭൂമിയെ പോലെ തന്നെ ജീവനുള്ള ഒരു ഗ്രഹമായിരിക്കാമെന്നാണ്. ഭൂമിയേക്കാൾ 2.5 ഇരട്ടി വലിപ്പം ഈ ഗ്രഹത്തിനുണ്ട്. JWST അഥവാ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് എന്ന സുപ്രധാനമായ ബഹിരാകാശ ദൂരദർശിനിയാണ് ജീവൻ സാധ്യമായ K2-18b എന്ന ഈ ഗ്രഹത്തെ കണ്ടെത്തിയിരിക്കുന്നത്. വളരെ ദൂരെയുള്ള ഗാലക്സികൾ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ എന്നിവയുടെ പ്രകാശം ഇൻഫ്രാറെഡ് രശ്മിയിലൂടെയാണ് കാണുന്നത്. ഇത് 2ാം തവണയാണ് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിന്റെ സഹായത്തോടെ ഈ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്നും ജീവനുമായി ബന്ധപ്പെട്ട രാസവസ്തുക്കളെ കണ്ടെത്തുന്നത്. അന്യഗ്രഹ ജീവനുമായി ബന്ധപ്പെട്ട് ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും ശക്തമായ തെളിവുകളാണിതെന്നാണ് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം. K2-18bയുടെ അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, വെള്ളം എന്നിവയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ഗ്രഹത്തിൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ഏറ്റവും പ്രധാനമായ രാസപദാർത്ഥമാണ് DMS അഥവാ ഡൈമിഥൈൽ സൾഫൈഡ്. ഇത് ചെറിയ രീതിയിൽ ദുർഗന്ധമുള്ള വർണ്ണരഹിത വാതകമാണ്. ഭൂമിയിൽ പ്രധാനമായും ഉരുളക്കിഴങ്ങ് പോലെയുള്ള സസ്യങ്ങളിലൂടെയും കടൽ ജൈവ ജീവികളിലൂടെയും ഒക്കെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഭൂമിയിൽ DMS ഉണ്ടാകുന്നത് വലിയൊരു അളവിൽ ജീവജാലങ്ങളാൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രഹത്തിൽ ജീവനു സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഒഴുകി നടക്കുന്ന പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘപടലങ്ങൾ, അങ്ങകലെ തെളിഞ്ഞു മിന്നുന്ന ചുവന്ന നക്ഷത്രം, അതായത് നമ്മുടെ ഇവിടുത്തെ സൂര്യനെ പോലെ അവിടുത്തെ സൂര്യൻ. ഇനി അവിടെ ജീവജാലങ്ങളും സസ്യങ്ങളും ഒക്കെ ഉണ്ടോ എന്ന് പഠനങ്ങൾ പുരോഗമിക്കുകയാണ്. K2-18bയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ അന്തരീക്ഷത്തിൽ ഹൈഡ്രജനും നീരാവിയും കണ്ടെത്തിയിരിക്കുന്നു. ഹൈഡ്രജനും നീരാവിയും ഉള്ളതുകൊണ്ട് തന്നെ K2-18b സമുദ്രങ്ങളാൽ സമ്പുഷ്ടമായ ഒരു ഗ്രഹമാണ് എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ ഇതൊരു ഹൈഷ്യൻ പ്ലാനറ്റ് ആണ് എന്ന് ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നുണ്ട്. ഹൈഷ്യൻ പ്ലാനറ്റ് എന്നാൽ, അല്ലെങ്കിൽ ഹൈഷ്യൻ ഗ്രഹം എന്നാൽ ഹൈഡ്രജനും ഓഷ്യനും ഉള്ളത്. ഹൈഡ്രജനും ഓഷ്യനും എന്ന 2 വാക്കുകളിൽ നിന്നാണ് ഹൈഷ്യൻ എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ സൂചനകളൊക്കെ വിരൽ ചൂണ്ടുന്നത് ഇതൊരു പൊട്ടൻഷ്യലി ഹാബിറ്റബിൾ പ്ലാനറ്റ് ആയിരിക്കുമെന്നാണ്, അതായത് വാസയോഗ്യമായ സ്ഥലം. ജീവജാലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് ഇവിടെ. ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതകളുള്ള ഗ്രഹങ്ങളിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ഗ്രഹമായിട്ടാണ് K2-18b എന്ന ഈ ഗ്രഹത്തെ ശാസ്ത്രലോകം ഉറ്റുനോക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും ഒരു മനുഷ്യായുസ് കൊണ്ടൊന്നും അവിടേക്ക് പോകാൻ സാധ്യമല്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം. കാരണം ഭൂമിയിൽ നിന്നും ലക്ഷക്കണക്കിന് വർഷം വേണം അവിടെ എത്തിപ്പെടാൻ. ഇപ്പോഴുള്ള സാങ്കേതിക വിദ്യകൾ കൊണ്ട് അതൊരിക്കലും നടക്കില്ല. എങ്കിലും ഭാവിയിലെ സാധ്യത നമുക്ക് തള്ളിക്കളയാനും ആകില്ല. സ്റ്റീഫൻ ഹോക്കിങ്സും യൂറി മിലിനറും ഫേസ്ബുക്കിന്റെ സക്കർബർഗും ഒക്കെ ചേർന്ന് ആരംഭിച്ച ഒരു പ്രോജക്റ്റ് ഉണ്ട്, ബ്രേക്ക് ത്രൂ സ്റ്റാർ ഷോട്ട് എന്ന പ്രോജക്റ്റ്. ലേസർ ബീമുകൾ ഉപയോഗിച്ച് ചെറിയ നാനോ സാറ്റലൈറ്റുകൾ പ്രകാശവേഗത്തിന്റെ 20% വേഗത്തിൽ അയക്കാനാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇതുപോലെയുള്ള ടെക്നോളജികൾ വളർന്നു വന്നാൽ K2-18b എന്ന ഗ്രഹത്തിൽ എത്തിപ്പെടാനും വളരെ എളുപ്പമായിരിക്കും. ഈ ഒരു ഗ്രഹത്തിന്റെ കണ്ടെത്തൽ ഭൂമിക്ക് പുറത്തുള്ള ജീവന്റെ അന്വേഷണം എന്ന മനുഷ്യന്റെ ദീർഘകാല സ്വപ്നത്തിന് വലിയൊരു തുടക്കമാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളെപ്പോലെ തന്നെയുള്ള ജീവൻ മറ്റൊരു ഗ്രഹത്തിൽ ഉണ്ടെന്നുള്ള അറിവ് വളരെ സന്തോഷവും അത്ഭുതവും ഉണ്ടാക്കുന്ന ഒന്നാണ്.
ഭാവിയിൽ അവർ ഇവിടെ എത്തുകയും നമ്മൾ അവരുടെ ഗ്രഹത്തിൽ പോവുകയും അവിടുത്തെ ഒരു ദിവസം എങ്ങനെയാണെന്നൊക്കെ നോക്കിക്കാണാൻ പറ്റുകയും ഒക്കെ ചെയ്യുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അവരുടെ രൂപം, ഭാഷ, സ്വഭാവം, ജീവിത രീതി, ഭക്ഷണം, വിശ്വാസങ്ങൾ, ടെക്നോളജി, എഡ്യൂക്കേഷൻ, എക്കണോമി, അങ്ങനെ എല്ലാം. 2015 കെപ്ലർ സ്പേസ് ടെലസ്കോപ്പാണ് ആദ്യമായി K2-18b എന്ന ഈ ഗ്രഹത്തെ കണ്ടെത്തിയത്. K2-18b എന്ന പേര് ഈ ഗ്രഹത്തിന് കൊടുക്കാനുള്ള കാരണവും അതുകൊണ്ട് തന്നെയാണ്. K2 അതായത് കെപ്ലർ സ്പേസ് ടെലസ്കോപ്പിന്റെ രണ്ടാം ദൗത്യമാണ് K2 എന്ന് ചുരുക്കി പറയുന്നത്. രണ്ടാം ദൗത്യത്തിലാണ് 18ാമത്തെ നക്ഷത്രത്തെ കണ്ടെത്തുന്നത്. ആ നക്ഷത്രത്തെ ചുറ്റുന്ന ഗ്രഹമാണ് നമ്മുടെ B എന്നുള്ള പേര് സൂചിപ്പിക്കുന്നത്. എ എന്നത് നക്ഷത്രമാണ്. അതിനെ ചുറ്റുന്ന ആദ്യത്തെ ഗ്രഹം എന്ന നിലയ്ക്ക് B എന്ന പേര് കൊടുത്തു. ഇനി അടുത്ത ഗ്രഹം കണ്ടെത്തിയാൽ ആ ഗ്രഹത്തിന് C എന്നും അതിനടുത്തത് കണ്ടെത്തുമ്പോൾ D എന്നും അങ്ങനെ പോകും പേരുകൾ. ചുരുക്കത്തിൽ കെപ്ലർ 2 ദൗത്യത്തിൽ കണ്ടെത്തിയ 18ാമത്തെ നക്ഷത്രത്തെ ചുറ്റുന്ന ആദ്യ ഗ്രഹം എന്ന നിലയ്ക്കാണ് നമ്മുടെ ഈ ഗ്രഹത്തിന് K2-18b എന്ന പേര് ലഭിച്ചിരിക്കുന്നത്. 2018 കെപ്ലർ പ്രവർത്തനരഹിതമായതിനെ തുടർന്നാണ് 2021 ജെയിംസ് വെബ് ടെലസ്കോപ്പ് വിക്ഷേപിക്കുന്നത്. ഭൂമിയിൽ നിന്നും 1.5 ദശലക്ഷം കിലോമീറ്റർ ദൂരെ പോയിന്റ് L2 എന്ന സ്പേസിലെ പ്രത്യേക സ്ഥലത്താണ് ഇത് പ്രവർത്തിക്കുന്നത്. 2021 ഡിസംബർ 25 നാസയുടെ നേതൃത്വത്തിൽ വിക്ഷേപിച്ച ജെയിംസ് വെബ് ടെലസ്കോപ്പ് ഏറ്റവും പഴയ ഗാലക്സികൾ കണ്ടെടുത്തും ഉപഗ്രഹങ്ങളുടെ അന്തരീക്ഷങ്ങൾ വിശകലനം ചെയ്തും നമ്മുടെ സോളാർ സിസ്റ്റത്തിന് പുറത്തു നിൽക്കുന്ന ഗ്രഹങ്ങളെയും ഒക്കെ ഇതിനു മുമ്പ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ K2-18b എന്ന ഈ ഗ്രഹം അന്യഗ്രഹ ജീവികളുടെ സാധ്യതയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന സാഹചര്യങ്ങളാണ് കാണിക്കുന്നത്. ഇതു സംബന്ധിച്ച് വൈകാതെ തന്നെ പൂർണ്ണമായ ഒരു ഉത്തരം കണ്ടെത്താൻ ശാസ്ത്ര ലോകത്തിന് സാധിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം.